അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് ഓണവിശേഷങ്ങളാണ്, അതായത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഓണം സെലിബ്രേഷൻ ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊന്ന് മാറി സാരി കൊടുത്ത് സെറ്റായിട്ടാണ് ഡാൻസ് ക്ലാസ്സിലേക്ക് പോയത്. എൻ്റെ ഡാൻസ് ക്ലാസ് ഹോസ്റ്റലിന് അടുത്ത് തന്നെയാണ്, പാലാരിവട്ടം അടുത്ത് തന്നെയാണ് ഡാൻസ് ക്ലാസ് വരുന്നത്. അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിമാർ ഓൾറെഡി പൂക്കളമൊക്കെ ഇട്ടിട്ട് പോയായിരുന്നു. തലേ ദിവസം വന്ന് നമ്മൾ പൂവൊക്കെ അരിഞ്ഞ് വെച്ചുകൊണ്ട് പിറ്റേ ദിവസം വന്നിട്ട് അവർ പൂവ് ഇട്ടിട്ടാണ് അവർ പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 9:30 ആയപ്പോഴാണ് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. നളിനം എന്നാണ് ഡാൻസ് ക്ലാസ്സിൻ്റെ പേര്. പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി പഠിച്ചു തുടങ്ങിയിട്ട് ഒരു 3 months ആവുന്നേ ഉള്ളൂ. അങ്ങനെ ഡാൻസ് ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല, ആകെ 2, 3, 4, 7 പിള്ളേരോളം ഉള്ളൂ. കാരണം എല്ലാവരും പയ്യെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അതായത് കുഞ്ഞു പിള്ളേർ തുടങ്ങി വലിയ ആൻറ്റിമാർ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിളക്ക്, അങ്ങനെ പിന്നെ മിസ്സിൻ്റെ ഹസ്ബൻഡും പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് വിളക്ക് കൊളുത്തിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ നമുക്ക് ഡാൻസ് ക്ലാസ്സിലൊരു പ്രയർ ഉണ്ട്. ആ പ്രയറോടൊപ്പം തന്നെ നമുക്കൊരു വെൽക്കം സ്പീച്ചും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അല്ലേ സ്നേഹത്തിൻ്റെ ഒത്തൊരുമയുടെ പങ്കുവയ്ക്കലിൻ്റെയൊക്കെ നാളുകളാണ്. എനിക്കിപ്പോൾ ഈ ബാച്ച് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. കാരണം നമ്മൾ പല ബാച്ചുകളിൽ പല സ്ഥലങ്ങളിൽ പഠിക്കുന്നത്. ഇപ്പം നളിനത്തിലുണ്ട്, അതുപോലെ പുണേക്കര ടീമുണ്ട്. നാളെ നമ്മളെല്ലാം ചിലപ്പോൾ ഒരുമിച്ച് നമ്മളെല്ലാം ഒരേ ടീച്ചറിൻ്റെ വിദ്യാർത്ഥികളാണ്. അങ്ങനെയാണല്ലേ അല്ലേ? അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ വെൽക്കം സ്പീച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിളക്ക് തെളിയിച്ചപ്പോൾ നമ്മുടെ ഡാൻസിലൊരു പ്രയറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പ്രയറും ചൊല്ലി. ശിവം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപി. അങ്ങനെ നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നു. അതായത് ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ പാട്ടുണ്ടായിരുന്നു, വലിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു, ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയുടെ 2-3 കൈയായിട്ട് വന്നേന്. ഇത് ഏത് ഭാഷയുടെ ഇത്? തൊണ്ടക്കുഴി ഇറുവിയെന്ന് തോന്നാൻ അനുഭവിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ കേറല്ലേ. അങ്ങനെ ലാസ്റ്റ് ഗെയിമിൽ എനിക്ക് കപ്പടിച്ചു ഗൈസ്. അപ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേർ വീണ്ടും പാട്ടും വീണ്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മനുഷ്യരെല്ലാം
അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാട്ട് വെച്ച് അങ്ങ് തുള്ളാൻ തുടങ്ങി. ചുമ്മാ പാട്ട് വയ്ക്കുക, അങ്ങ് തുള്ളുക. അങ്ങനെ തുള്ളലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പിൻ്റെ ഒരു വിളി, അതായത് ഓണസദ്യ. ഓണസദ്യ ഇല്ലാതെ എന്തോണല്ലേ, ഒത്തിരി കറികളും ഒക്കെ കൂട്ടി ഒരു ഓണസദ്യ അങ്ങനെ ഒരു പിടി പിടിച്ചു. അതായത് നല്ല അടിപൊളി ഓണസദ്യയായിരുന്നു. പിന്നെ പരിപാടിയൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ ഓരോ കറികളും വന്നു. ഓലൻ വന്നു, തോരൻ വന്നു, കിച്ചടി, പച്ചടി, സാമ്പാർ, അവിയൽ, പപ്പടം, ലാസ്റ്റ് ചോറും വന്നു, പരിപ്പും വന്നു. അങ്ങനെ നല്ല ചൂട് ചോറും സാമ്പാറും പപ്പടവും പിന്നെ പരിപ്പും പിന്നെ കുറച്ച് കറികളൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ആഹാ സെറ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പായസവും കുടിച്ച് ക്ഷീണമായി. അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ ഓണം അടിച്ചങ്ങ് പൊളിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.